വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 സെക്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പഠിക്കുന്നത്. ബാങ്കിങ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ എന്ന മൊഡ്യൂളിലായിട്ട് നമുക്ക് ടോപ്പിക് ഉണ്ട്. കേസ് കാർഡ് ബാങ്കിനാണെങ്കിലും JCI ആണെങ്കിലും അതുപോലെ കേരള ബേസ് നടത്തുന്ന എല്ലാ എക്സാമുകൾക്കും, പിന്നെ അതുപോലെ നമ്മുടെ CSEB എക്സാംസ് ആണെങ്കിലും നമ്മുടെ BR ആക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പോൾ ബാങ്കിങ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ എന്ന മൊഡ്യൂളിലായിട്ട് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വിത്ത് ലേറ്റസ്റ്റ് അമെൻമെൻറ്റ്സ്, പിന്നെ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സെക്ഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് പഠിച്ചു വരാം. ഇന്ന് നമ്മൾ പ്രിലിമിനറി എന്ന് പറയുന്ന പാർട്ട് 1 ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. പ്രിലിമിനറിയിൽ എത്ര സെക്ഷൻസ് വരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മുതൽ 5A വരെയാണ് പ്രിലിമിനറി വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കോപ്പറേറ്റീവിലൂടെ കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ചാനൽ നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുക. കൂടാതെ നമ്മൾ പഠിപ്പിക്കുന്ന ഈ ചാനലിൽ ചെയ്യുന്ന PDF നോട്ട്സ് അവിടെ ഫോൾഡർ വൈസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ഈ ആക്ട് 10 ഓഫ് 1949 എന്നാണ് അറിയപ്പെടുന്നത്. ആക്ട് നമ്പർ പഠിക്കണം കേട്ടോ. സെൻട്രൽ ആക്ടിൻ്റെ ആക്ട് നമ്പർ പഠിക്കണം. അതായത് 1949 10ാമത്തെ നിയമമായിട്ടാണ് ഇത് വന്നത്. ഓക്കെ, എനാക്ട് ചെയ്ത വർഷം പഠിക്കണം. അതുപോലെ തന്നെ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് രണ്ടും പഠിക്കണം കേട്ടോ. എനാക്ട് ചെയ്തത് 10th മാർച്ചിലാണ്, മാർച്ച് 10-നാണ്. പക്ഷെ വന്നിട്ടുള്ളത് മാർച്ച് 16-ലാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആൻ ആക്ട് ടു കൺസോളിഡേറ്റ് ആൻഡ് അമെൻഡ് ദ ലോ റിലേറ്റിംഗ് ടു ബാങ്കിങ് അല്ലേ. അതായത് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളാണ് ഇതിലടങ്ങിയിട്ടുള്ളത് അല്ലേ. ബാങ്ക്സിന് വേണ്ടിയിട്ടുള്ളതാണിത്. അപ്പോൾ ഇതിന് എത്ര സെക്ഷൻസ് ഉണ്ട്, എത്ര റൂൾസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഷെഡ്യൂള് പറയുന്നത് 5 ഷെഡ്യൂളാണ് പറയുന്നത്. അതുകൂടാതെ നമുക്ക് ഓരോ ഭാഗങ്ങളായി നോക്കുകയാണെങ്കിൽ സെക്ഷൻസ് നോക്കുകയാണെങ്കിൽ 56 സെക്ഷൻസാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. 56ാമത്തെ സെക്ഷനാണ് നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. 56 സെക്ഷൻസാണുള്ളത്. 56ാമത്തെ സെക്ഷനാണ് നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പറയുന്നത് കേട്ടോ. ആക്ട് ടു അപ്ലൈ ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓഫ് ദ ആക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സിന് വന്നത് പാർട്ട് 5 കൂട്ടിച്ചേർത്തപ്പോഴാണ്. ഈ പാർട്ട് 5-ലാണ് 56 കിടക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പാർട്ട് 5-ലാണ്. അതാണ് നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്ക്സിലുള്ള കാര്യങ്ങളൊക്കെ അവിടെയാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് വിശദമായിട്ട് തന്നെ പഠിക്കേണ്ട ഭാഗമാണ്. അപ്പോൾ നമുക്ക് പഠിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഷെഡ്യൂളിൽ അമെൻമെൻറ്റും കാര്യങ്ങളും പറയുന്നുണ്ട്. സെക്കൻഡ് റിപ്പീൽ ചെയ്തതാണ്. പിന്നെ തേർഡ് ഷെഡ്യൂളിലാണെങ്കിൽ ഫോംസ്, ബാലൻസ് ഷീറ്റിൻ്റെ ഫോംസും കാര്യങ്ങളും പറയുന്നുണ്ട്. ഫോർത്ത് ഷെഡ്യൂളിൽ ലിസ്റ്റ് ഓഫ് ഡെറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫിഫ്ത്ത് ഷെഡ്യൂളിൽ പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് കോമ്പൻസേഷൻ ആണ് കേട്ടോ. അതാണ് ഈ ഷെഡ്യൂൾ വൈസ് കാര്യങ്ങൾ പറയുന്നത്. അത്ര ചോദിച്ചൊന്നും കണ്ടിട്ടില്ല കേട്ടോ. 5 ഷെഡ്യൂളാണുള്ളത്. ഒന്നാമത്തെ ഷെഡ്യൂൾ അമെൻമെൻറ്റിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. രണ്ടാമത്തെ റിപ്പീൽ ചെയ്തതാണ്. മൂന്നാമത്തെ പറയുന്നത് ഡീൽസ് വിത്ത് ഫോംസ്, ബാലൻസ് ഷീറ്റുമായി ബന്ധപ്പെട്ട ഫോമുകളാണ് പറയുന്നത്. 4ാമത്തെ ഷെഡ്യൂൾ പറയുന്നത് ലിസ്റ്റ് ഓഫ് ഡെറ്റേഴ്സ് ആണ്. 5th ഷെഡ്യൂൾ പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് കോമ്പൻസേഷൻ ആണ്. അത് ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല, നമ്മൾ ചുമ്മാ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഫോമുകൾ, അതായത് സെക്ഷൻസ് ആണ്. പ്രിലിമിനറിയിൽ എത്ര സെക്ഷൻസ് ഉണ്ട്? പ്രിലിമിനറിയിൽ 5A വരെയുള്ളൂ. അപ്പോൾ 5A വരെ ഇന്ന് നമുക്ക് കവർ ചെയ്യാം. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ഓരോ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചു പോകാം കേട്ടോ. ഈ 56 നമുക്ക് മാക്സിമം എത്രയും പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് തീർക്കാം. ഓക്കെ, അപ്പോൾ സെക്ഷൻ 1 പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നിയമത്തിലും ഉള്ള പോലെ തന്നെയാണ്. ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻ്റ് ആണ് സെക്ഷൻ 1-ലുള്ളത്. അവിടെ എന്താണ് ആപ്ലിക്കബിൾ ആവുക, അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ സെക്ഷൻ 1-ൽ പറയാം. അതിന് മുമ്പേ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. അതായത് ആദ്യം 56 സെക്ഷൻസ് ഉണ്ടായിരുന്നില്ല. ഈ 56ാമത്തെ സെക്ഷൻ എന്ന് ആഡ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ 1965-ലാണ് എന്ത് ചെയ്തത്, ഈ 56ാമത്തെ സെക്ഷൻ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അപ്പോൾ ആ വർഷം പഠിക്കണം. 1965-ലാണ് 56ാമത്തെ സെക്ഷൻ കൂട്ടിച്ചേർത്തത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന കാര്യമാണ് BR ആക്ട് അതിനു മുമ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അപ്ലിക്കബിൾ ആയിരുന്നില്ല എന്നുള്ളത് അല്ലേ. അപ്പോൾ BR ആക്ട് അപ്ലിക്കബിൾ ആയതും ഈ വർഷം തന്നെയാണ്. 1965 തന്നെയാണ് എന്ത് BR ആക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കും കൂടി ബാധകമായത്. പക്ഷെ അത് നിലവിൽ വരുന്നത് എന്നാണ്? 1/3/1966 എന്നാൽ നിലവിൽ വരുന്നത് 1/3/1966. അപ്പോൾ ആ വർഷം ഓർത്തു വയ്ക്കണം കേട്ടോ.
അതായത് ബി ആർ ആക്ട് അപ്ലിക്കബിൾ ആകുന്നത് 1965 ആ 65 തന്നെയാണ് 56 സെക്ഷൻ കൂട്ടിച്ചേർക്കുന്നത്. പിന്നെ 66 എന്ത് ചെയ്യുന്നത് 1/3/1966 ഇത് പ്രാബല്യത്തിൽ വരുന്നത്. ഓക്കെ, അങ്ങനെ വന്നതിന് ശേഷം അതിനാദ്യം നമ്മൾ ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്ന പേരിലായിരുന്നു ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഉണ്ടായിരുന്നത് കേട്ടോ. ഫസ്റ്റ് അറിയപ്പെട്ടിരുന്ന പേരെന്തായിരുന്നു? ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നായിരുന്നു. അതിനുശേഷം 66 ബാങ്കിങ് കമ്പനീസ്, അതായത് ഈ പ്രധാനപ്പെട്ട കാലയളവാണ് 65 to 66. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് എല്ലാ അമെൻമെൻറ്റുകളും വരുന്നത്. അപ്പോൾ ഈ 65-66 ബാങ്കിങ് ഇത് ചെയ്തതിന് ശേഷം ബാങ്കിങ് കമ്പനീസ് ആക്ട് മാറ്റിയിട്ട് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്നാക്കി മാറ്റിയതാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യണം, അതൊക്കെ പഠിക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെയുള്ളതാണ്, ആദ്യം ഇത് പാസ്സാക്കുന്ന സമയത്ത് ജമ്മു കാശ്മീരിന് ബാധകമായിരുന്നില്ല. ഓക്കെ, പിന്നെ ജമ്മു കാശ്മീരിനും കൂടി ബാധകമാക്കിയത് 1956. അപ്പം അവിടെ ഒളിച്ചിരിക്കുന്നൊരു വസ്തുത എന്താ വെച്ചാൽ, ബി ആർ ആക്ട് ത്രൂ ഔട്ട് ഇന്ത്യ പ്രാബല്യത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1956 എഴുതുക. കാരണം ഇത് 1949 വന്നുവെങ്കിലും ത്രൂ ഔട്ട് ഇന്ത്യ ഇതിന് പ്രാബല്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, ത്രൂ ഔട്ട് ഇന്ത്യ പ്രാബല്യത്തിൽ വന്നത് ജമ്മു കാശ്മീരിനെ കൂടി ഉൾപ്പെടുത്തിയപ്പോഴാണ്. അതെന്നാണ്? 1956. അപ്പോൾ അതുകൊണ്ടാണ് ഈ 1956 എന്ന വർഷത്തിനും കൂടി ഇവിടെ എന്തുണ്ട്? പ്രാധാന്യമുണ്ട്. ഓക്കെ, പിന്നെ കോപ്പറേറ്റീവ് ബാങ്ക്സിന് ഷെഡ്യൂൾഡ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ആക്കിയത്, ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണം. അതായത് നമ്മൾ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയ ബാങ്കുകൾ ആണല്ലോ ഷെഡ്യൂൾഡ് ബാങ്ക് എന്നറിയപ്പെടുക. അങ്ങനെയുള്ള സ്റ്റാറ്റസ് കിട്ടിയത് 1 ജൂലൈ 1966 കേട്ടോ. എന്നാണ്? 1 ജൂലൈ ആണ്. മറ്റത് മാർച്ചാണ്. ഓക്കെ, ഇത് ജൂലൈ ആണ് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്യണം. മാർച്ച് വരുന്നുണ്ട്, പിന്നെ 1/6/1966 വരുന്നുണ്ട്, 1 ജൂലൈ 1966 വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ 66 1/6 വരുന്നുണ്ട്, ഈ 1 ജൂലൈ അതന്നെ 1 ജൂലൈ 1966 തന്നെയാണ് ഈ ഇവിടെ നോട്ട് ചെയ്യേണ്ടത്, ഓർത്ത് വയ്ക്കേണ്ടത് 1966. അപ്പോൾ നമ്മൾ 1956 നമ്മൾ ജമ്മു കാശ്മീരിന് ബാധകമാക്കിയെന്ന് പറഞ്ഞു. അന്ന് മുതലാണ് ത്രൂ ഔട്ട് ഇന്ത്യ പ്രാബല്യത്തിൽ വന്നത്. അപ്പോൾ ആ ഒരു 56 പഠിച്ചു വയ്ക്കുക. പിന്നെ 66 ബി ആർ ആക്ട് പേര് വന്നു അല്ലേ, ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നായിരുന്നു. എന്നാൽ പേര് മാറ്റിയിട്ട് ബാങ്കിങ് റെഗുലേഷൻ എന്നാക്കി മാറ്റി. 1966 1965 56 സെക്ഷൻ കൂട്ടിച്ചേർത്തു. കൂടാതെ ബി ആർ ആക്ട് ആപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് സൊസൈറ്റി അത് നിലവിൽ വരുന്നത് 1/3/1966. എന്നാൽ ഇത് എന്താ പറയുക, 65 കാര്യങ്ങൾ 56 കൂട്ടിച്ചേർത്തതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നതാണ്. പിന്നെ ആക്ട് എക്സ്റ്റെൻഡഡ് ടു ദ വോൾ ഓഫ് ഇന്ത്യ എന്ന് തന്നെയാണ് പറയുക കേട്ടോ. അതായത് അന്ന് ജമ്മു കാശ്മീരിന് ബാധകമല്ല എന്ന് പറഞ്ഞാലും ഇന്ത്യ മുഴുവൻ ഇതിന് പ്രാബല്യം ഉണ്ടെന്ന് തന്നെയാണ് പറയുക. പക്ഷെ ഇങ്ങനൊരു കാര്യം അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ. ഇറ്റ് ഷാൾ കമ്മിങ് ടു ഫോഴ്സ് ഓൺ 16 മാർച്ച് 1949 ആണ് കമ്മിങ് ടു ഫോഴ്സ് വന്നത്. അപ്പോൾ ആ ഡേറ്റും പഠിക്കണം. മാർച്ച് 16 അതാണ് പ്രാധാന്യമായിട്ട് പഠിക്കുന്നത്. പ്രധാന ഡേറ്റ് 16 മാർച്ച് 1949 എനാക്ട് ഡേറ്റ് ആണ് 10 മാർച്ച് 1949 കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ പാസ്സാക്കിയ ഡേറ്റാണ് 10 മാർച്ച് 1949. പക്ഷേ കമ്മിങ് ടു ഫോഴ്സ് 16 മാർച്ച് 1949. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർഷങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒരു ബോക്സിൽ എഴുതി വയ്ക്കുക. വർഷങ്ങൾ മാത്രം ബോക്സിൽ എഴുതിയിട്ട് വർഷം കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അതെന്താണ് കാര്യം എന്ന് പറഞ്ഞ് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അത്രയാണ് ഈ ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് കേട്ടോ. ഓക്കെ, അടുത്തത് അപ്ലിക്കേഷൻ ഓഫ് അതർ ലോസ് നോട്ട് ബൈഡ്. അതായത് മറ്റ് നിയമങ്ങളുണ്ടല്ലോ, അത് ഇത് വന്നു എന്ന് വെച്ചിട്ട് അത് പ്രായോഗിക്കുന്നതിൽ തടസ്സമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. അപ്പോൾ സെക്ഷൻ 2 അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ സെക്ഷൻ 3 നമുക്ക് ഇത്തിരി നോട്ട് ചെയ്യേണ്ട ഭാഗമാണ്. ആക്ട് നോട്ട് ടു അപ്ലൈ ടു സർട്ടൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പം നമ്മൾ പറഞ്ഞു കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഇത് ബാധകമാക്കിയെന്ന് പറഞ്ഞു. എന്നാൽ ചില കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഇത് ബാധകം അല്ല എന്ന് പറയുന്നുണ്ട്. ആർക്കാണ് ബാധകമല്ലാത്തത്? അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ അങ്ങനെ പ്രതീക്ഷിക്കാം. ആർക്ക് ബാധകമല്ല എന്നുള്ളതോ. അപ്പോൾ ബാധകമാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതിനാണ് ബാധകമല്ലാത്തത് അങ്ങനെ ചോദിച്ചൂടെ. അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ കേരള PSC ആണ്. അപ്പോൾ അത്രയും കൂടി നിലവാരം പ്രതീക്ഷിച്ച് പഠിക്കുക. ഓക്കെ,
നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ആക്ട്. നമ്മുടെ നബാർഡിൻ്റെ ആക്റ്റാണ് 1981. അതിൻ്റെ 61 ആണ് കേട്ടോ. ഈ 1981 സെൻട്രൽ ആക്ട് വന്നിട്ടുള്ളത് 61ാമതാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തോളൂ. ഇത് അപ്ലൈ ആവാത്തത്, അതിലെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്ലൈ ആവാത്ത 2 കൂട്ടരുണ്ട്. ഒന്ന് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ്, അവർക്ക് ഇത് ബാധകമല്ല. പിന്നെ ഉള്ളത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഹൂസ് പ്രൈമറി ഒബ്ജക്റ്റ് ആൻഡ് പ്രിൻസിപ്പൽ ബിസിനസ് ഈസ് പ്രൊവൈഡിങ് ഫോർ ലോങ് ടേം ഫിനാൻസ് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ്. അതായത് ദീർഘകാല വായ്പ, അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ദീർഘകാല വായ്പ കൊടുക്കുന്ന അത് പ്രൈമറി ഒബ്ജക്റ്റ് ആക്കിയ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും ഇത് ബാധകമല്ല. ഷാൾ നോട്ട് അപ്ലൈ ടു ആണ് കേട്ടോ. അപ്ലൈ ടു പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഹൂസ് പ്രൈമറി ഒബ്ജക്റ്റ് ആൻഡ് പ്രിൻസിപ്പൽ ബിസിനസ് ഈസ് പ്രൊവൈഡിങ് ലോങ് ടേം ഫിനാൻസ് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഓർ പർപ്പസസ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഇത് ബാധകമല്ല. നമ്മുടെ ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കിലെ അവർക്ക് ബാധകമല്ല കേട്ടോ. അപ്പോൾ അത് രണ്ടും പഠിച്ചു. പിന്നെ അതുകൂടാതെ ഇത്തരത്തിലുള്ള സൊസൈറ്റികൾ അവരുടെ പേരിൻ്റെ കൂടെ ബിസിനസ്, അതായത് ബാങ്ക്, ബാങ്കർ, ബാങ്കിങ് എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നും ഡസ് നോട്ട് ആക്ട് ആസ് ഡ്രോയി ഓഫ് ചെക്ക് ഡ്രോ ചെയ്യാൻ പാടില്ല എന്നും വ്യവസ്ഥയുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി നോട്ട് ചെയ്യണം. അപ്പോൾ ഏകദേശം 4 പോയിൻ്റ് ഇവിടെ വന്നു. സെക്ഷൻ 3 ആക്ട് നോട്ട് ടു അപ്ലൈ ടു സർട്ടൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. നോട്ട് ചെയ്യേണ്ടതാണ്. നബാർഡ് ആക്ടിൻ്റെ സെൻട്രൽ ആക്ട് 61 ഓഫ് 1981 ആണെന്ന് നോട്ട് ചെയ്യണം. PSCSന് ബാധകമല്ല കോപ്പറേറ്റീവ് സൊസൈറ്റി. ലോങ് ടേം ഫിനാൻസ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റിന് കൊടുക്കുന്നവർക്ക് ബാധകമല്ല. അവർ അവരുടെ പേരിൻ്റെ കൂടെ ബാങ്ക്, ബാങ്കർ, ബാങ്കിങ് എന്ന വേർഡ് യൂസ് ചെയ്യാൻ പാടില്ല. ഡ്രോയി ഓഫ് ചെക്ക് ആവാൻ പാടില്ല. ഓക്കെ. ഇനി ഇത് വന്നത് 2020 പ്രധാനപ്പെട്ട അമെൻമെൻറ്റ് വന്നായിരുന്നു കേട്ടോ. അന്നാണ് ഈ ഒരു ബാങ്കിങ് റെഗുലേഷൻ അമെൻമെൻറ്റ് 2020 ഈ ഒരു ഭാഗത്ത് ഈ പ്രസ്തുത അമെൻമെൻറ്റ് വന്നത് 26/6/2020 കേട്ടോ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. സെക്ഷൻ 4 ആണ് അടുത്തത്. പവർ ടു സസ്പെൻഡ് ഓപ്പറേഷൻ ഓഫ് ആക്ട്. അതായത് ഈ ആക്റ്റിലുള്ള ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ആക്റ്റിലുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് സസ്പെൻഡ് ചെയ്യാൻ ആർക്കെങ്കിലും അധികാരമുണ്ടോ? ഉണ്ടല്ലേ. ആർക്കാണ് അധികാരം ഉണ്ടാവുക? നോർമലി സെൻട്രൽ ഗവൺമെൻറ്റിനായിരിക്കും. അതായത് ബാങ്കുകളുടെ മുകളിൽ RBI ഉണ്ട്, RBIയുടെ മുകളിൽ സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആർക്കായിരിക്കും ഓപ്പറേഷൻ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം? നോർമലി സെൻട്രൽ ഗവൺമെൻറ്റിന് തന്നെയാണ്. അതൊരു പോയിൻ്റാണ്. അപ്പോൾ ആർക്കാണ് ഈ പ്രൊവിഷൻസ് സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത് BR ആക്റ്റിൽ? ആർക്കാണ്? സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. അതെങ്ങനെയൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ദ സെൻട്രൽ ഗവൺമെൻറ് ഈ റെപ്രസെൻറ്റേഷൻ കൊടുക്കണം റിസർവ് ബാങ്ക്. അങ്ങനെ റിസർവ് ബാങ്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ റിസർവ് ബാങ്ക് വഴി എന്ത് ചെയ്യും? ഒഫീഷ്യൽ ഗസറ്റിൽ എന്ത് ചെയ്യാം? കുറച്ച് സച്ച് പീരീഡാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്ര കാലയളവിന് വേണ്ടി, ആ കാലയളവാണ് പറയുന്നത് നോട്ട് എക്സീഡിങ് 60 days കേട്ടോ. 60 ദിവസത്തിൽ കുറയാത്ത നോട്ട് എക്സീഡിങ് കൂടാത്ത 60 ദിവസത്തിൽ കൂടാത്ത അളവിൽ എന്ത് ചെയ്യുക? ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ച ശേഷം ദ ഓപ്പറേഷൻ ഓഫ് ഓൾ, ഒന്നെങ്കിൽ പൂർണ്ണമായോ അല്ലെങ്കിൽ എനി ഓഫ് ദ പ്രൊവിഷൻസ് ദിസ് ആക്ട്, ഈ ആക്റ്റിലെ ഏതെങ്കിലും പ്രൊവിഷനോ ഭാഗികമായോ പൂർണ്ണമായോ എന്ത് ചെയ്യാം? ഇവർക്ക് സസ്പെൻഡ് ചെയ്യാം. ആർക്ക്? സെൻട്രൽ ഗവൺമെൻറ്റിന്. അപ്പം നമ്മൾ നോക്കേണ്ടത് എന്താ? നമ്മളിപ്പം സെൻട്രൽ ഗവൺമെൻറ് എന്ന പോയിൻ്റ് നോക്കണം. നോട്ട് എക്സീഡിങ് 60 days എന്ന പോയിൻ്റ് നമ്മളിവിടെ നോക്കണ്ടു. പവർ ടു സസ്പെൻഡ് ഓപ്പറേഷൻ ഓഫ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടി കാണാതെ പഠിക്കണം. നമ്മൾ എസ്സേ ടൈപ്പ് അല്ലല്ലോ എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെൻറ് ആർക്കാണ് അധികാരം? സെൻട്രൽ ഗവൺമെൻറ്റിന് അധികാരമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സെക്ഷൻ 4 പവർ ടു സസ്പെൻഡ് ഓപ്പറേഷൻ ഓഫ് ദി ആക്ട് എന്ന് പറഞ്ഞിട്ട് ആർക്കാണ് പവർ ഉള്ളത്? സെൻട്രൽ ഗവൺമെൻറ്റിന് പവർ ഉണ്ട്. പിന്നെ എത്ര ദിവസത്തേക്കാണ് അവർ ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് എത്ര നാൾക്കകം കൊടുക്കണം? നോട്ട് എക്സീഡിങ് 60 days, 60 ദിവസത്തിൽ കൂടാത്ത, എക്സീഡ് ചെയ്യാത്ത ഒരു കാലയളവിലേക്കാണ് അവർ സസ്പെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി അവർക്ക് കൂടാതെ ഇൻ ദ കേസ് ഓഫ് എന്തെങ്കിലും സ്പെഷ്യൽ എമർജൻസി ഉള്ള കേസാണെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ ഗവർണറോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ഗവർണറോ, ഗവർണറുടെ ആബ്സെൻസിൽ ഡെപ്യൂട്ടി ഗവർണർക്കോ RBI അവരെ നോമിനേറ്റ് ചെയ്ത പക്ഷം ഈ ഓർഡർ ഇൻ റൈറ്റിംഗ് എഴുതി തയ്യാറാക്കി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു പവേഴ്സ്, എക്സസൈസ് ദ പവേഴ്സ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പവേഴ്സ് ഇവർക്കും ചെയ്യാമെന്നാണ് പറയുന്നത് കേട്ടോ.
അപ്പോൾ ഇവർ ചെയ്യുമ്പം നോട്ട് എക്സീഡ് 30 days ആണ്. അവർക്ക് 30 daysന് കൂടാത്ത കാലയളവിലേക്കാണ് അവർക്ക് സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമുള്ളത്. അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യണം, സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമാണോ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമുള്ളത്? അല്ല, സെൻട്രൽ ഗവൺമെൻറ്റിനും RBIയുടെ ഗവർണർക്കും അല്ലെങ്കിൽ ഡെപ്യൂട്ടി ഗവർണർക്കും ചെയ്യാം. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ്റിനാണ് പരമാധികാരി അല്ലേ? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ ഇൻ റൈറ്റിങ്ങിലൂടെയാണ് ഇവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനൊരു ക്ലോസും കൂടി ഉണ്ട്. അവർക്കും ചെയ്യാം. അവർ ചെയ്യുമ്പോൾ കാലയളവ് വരുന്നത് നോട്ട് എക്സീഡിങ് 30 days ആണ്. സെൻട്രൽ ഗവൺമെൻറ് വരുമ്പം നോട്ട് എക്സീഡിങ് 60 days ആണ് കേട്ടോ. ഇനി ഇതൊന്നും കൂടാതെ ഒരു ക്ലോസ് പെട്ടെന്ന് തന്നെ അവർ സെൻട്രൽ ഗവൺമെൻറ്റിനെ വിവരം അറിയിക്കും വേണം. ഹി ഷാൾ സപ്പോർട്ട് ദ മാറ്റർ. ഈ വിവരം ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം സെൻട്രൽ ഗവൺമെൻറ് ഫോർത്ത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അറിയിക്കണം. എന്നിട്ട് അവരോട് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യാൻ പറയണം. ഓക്കെ, ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇനി അടുത്ത മൂന്നാമത്തെ ക്ലോസിൽ പറയുന്നത്, അപ്പം അധികം കാര്യങ്ങളൊന്നും പഠിക്കാനില്ല, നിങ്ങൾ കാര്യം മനസ്സിലാക്കി ചെറിയ കുഞ്ഞു പോയിൻറ്റ്സ് എഴുതി വെച്ചാൽ മതി കേട്ടോ. സെൻട്രൽ ഗവൺമെൻറ് മൂന്നാമത് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് മേ നോട്ടിഫൈ എന്താ ഒഫീഷ്യൽ ഗസറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അവർക്ക് കാലാകാലങ്ങളിൽ ഈ സസ്പെൻഷൻ പീരിയഡ്. നമ്മൾ പറഞ്ഞു 60 days ഉണ്ട്, രണ്ടാമത്തെ കേസിൽ 30 days ഉണ്ട് എന്ന് പറഞ്ഞു. അവിടെയും ഈ പീരിയഡ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ട്. പക്ഷേ എത്ര കൂടാൻ പാടില്ല? നോട്ട് എക്സീഡ് 1 year. ഈ ടോട്ടൽ പീരിയഡ് ഉണ്ടല്ലോ, അഗ്രഗേറ്റ് പീരിയഡ് എങ്ങനെ പോയാലും 1 വർഷത്തിൽ കൂടാൻ പാടില്ല കേട്ടോ. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്തോളൂ, അതും ഒരു പോയിൻ്റാണ്. ഓക്കെ, പിന്നെ ഉള്ളത് അതൊന്ന് നോട്ട് ചെയ്യണം. ഇതിൻ്റെയൊക്കെ കോപ്പി ഉണ്ടല്ലോ, ഇവരിങ്ങനെ സസ്പെൻഡ് ചെയ്തു, ഏതെങ്കിലും ഒരു പ്രൊവിഷൻ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി എന്ത് ചെയ്യണം? ലെയ്ഡ് ഓൺ ദ ടേബിൾ ഓഫ് ദ പാർലമെൻറ്റ്. പാർലമെൻറ്റിൽ എന്ത് ചെയ്യണം? വെക്കണം കേട്ടോ. പാർലമെൻറ്റിൽ വെച്ചിട്ട് എന്നാണോ ഇഷ്യൂ ചെയ്യുന്നത് അടുത്ത പ്രാവശ്യം കൂടുമ്പോൾ അത് വെച്ച് അത് അവതരിപ്പിക്കണം. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 4 പവർ ടു സസ്പെൻഡ് ഓപ്പറേഷൻ ഓഫ് ദ ആക്ട്. അപ്പോൾ അതൊക്കെ അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റിലേക്ക് കിടക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ഇൻ്റർപ്രിറ്റേഷനാണ്. ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ടല്ലോ, നമ്മുടെ KCS ആക്ടിലൊക്കെ ഉള്ള പോലെ ഡെഫിനിഷൻസിനെ കുറിച്ച് പറയുന്നതാണ് ഇൻ്റർപ്രിറ്റേഷൻ കേട്ടോ. അപ്പോൾ നമ്മുടെ സിലബസ് എടുത്ത് നോക്കിയാൽ കാണാം, നമുക്ക് പഠിക്കാൻ തന്നിട്ടുള്ളത് ബാങ്കിങ് ഉണ്ട്, ഡെഫിനിഷൻ ഓഫ് ബാങ്കിങ് ഉണ്ട്, ബാങ്കിങ് കമ്പനി ഉണ്ട്, അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ് ഉണ്ട്, ഡിമാൻഡ് ആൻഡ് ടൈം ലൈബിലിറ്റി ഉണ്ട്. പിന്നെ അതൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ പറഞ്ഞിട്ടുള്ളതൊക്കെ ഓരോ ചാപ്റ്ററുകളാണ് കേട്ടോ. അപ്പോൾ സെക്ഷൻ 5 നമ്മൾ ഒരുപാടെണ്ണം ഉണ്ട്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയത് മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയതും മാത്രമേ ഇൻ്റർപ്രിറ്റേഷൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. എല്ലാം കൂടി നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം പഠിച്ചിട്ട് പോവാം. അപ്പോൾ സെക്ഷൻ 5 ഇൻ്റർപ്രിറ്റേഷനിൽ എന്താ പറയണമെന്ന് വെച്ചാൽ ആദ്യം പറയുന്നത് A ആണ് കേട്ടോ. അപ്പോൾ 5A എന്ന് വേണം നിങ്ങൾ എടുക്കാൻ. 5 ഉണ്ട് എല്ലാറ്റിനും മുമ്പിൽ. 5A അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ് ആണ്. അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ് മീൻസ് ദ സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ ദ എനി സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യണം, അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലപ്പോൾ പറയും സെൻട്രൽ ഗവൺമെൻറ് മാത്രം ഇഷ്യൂ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് മാത്രം ഇഷ്യൂ ചെയ്യുന്നതാണെന്ന് പറയും, അല്ലെങ്കിൽ റിസർവ് ബാങ്ക് മാത്രം ഇഷ്യൂ ചെയ്യുക. അപ്പോൾ അങ്ങനെ പഠിക്കരുത്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സച്ച് അതർ സെക്യൂരിറ്റീസ് ആസ് മേ ബി സ്പെസിഫൈഡ് ബൈ ദ റിസർവ് ബാങ്കോ അങ്ങനെയുള്ള സെക്യൂരിറ്റീസിനെയാണ് അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ് എന്ന് പറയുക കേട്ടോ. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റോ എനി അതർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓൾസോ ആരുണ്ട്? അതർ സെക്യൂരിറ്റീസ് ആസ് മേ ബി സ്പെസിഫൈഡ് ബൈ ദ RBI സ്പെസിഫൈഡ് ചെയ്ത സെക്യൂരിറ്റീസും അവരെയാണ് അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ് എന്ന് പറയാം. 3 കൂട്ടരുണ്ട്. സോ 3 ക്ലോസും ശ്രദ്ധിക്കാം. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ ഓരോരോ ഓപ്ഷൻസ് ആയിട്ട് ഇവരെ തരും. ഇത് മൊത്തം പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. അടുത്തത് വരുന്നത് ബാങ്കിങ് ആണ്. ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ബാങ്കിങ് മീൻസ് ദ ആക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ്. ബാങ്കിങ് എപ്പോഴും പറയാറുള്ളതാണ്, ചോദിക്കാറുള്ളതാണ്. 5B ആണ് ബാങ്കിങ് കേട്ടോ. 5B ബാങ്കിങ് മീൻസ് ഇത് കാണാതെ പഠിക്കണം. ആക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റിംഗ്. ഇവിടെ ചിലപ്പം ഈ ലെൻഡിങ്ങിൻ്റെ അവിടെ ഡാഷ് ഇട്ടിട്ട് തരാം, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അവിടെ ഡാഷ് ഇട്ടിട്ട് തരാം. അപ്പോൾ അങ്ങനെയൊക്കെ പഠിക്കാം. അപ്പോൾ ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഓഫ് മണിയാണ് കേട്ടോ, വേറെ സാധനമൊന്നുമല്ല.
ഡെപ്പോസിറ്റ്സ് ഓഫ് മണി ഫ്രം ദ പബ്ലിക്. എന്തിനു വേണ്ടിയിട്ടാണ് ഡെപ്പോസിറ്റ്സ് ഓഫ് മണി സ്വീകരിക്കുന്നത്? റീപേബിൾ ഓൺ ഡിമാൻഡ് അല്ലേ? റീപേ ചെയ്യണം ഡിമാൻഡിൻ്റെ സമയത്ത്, ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് റീപേ ചെയ്യാം എന്ന ഒരു കണ്ടീഷൻ മേലാണ് വാങ്ങിക്കുന്നത് അല്ലേ? അതർവൈസ് ആൻഡ് വിഡ്രോവൽ ബൈ ചെക്ക്, അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാം. എങ്ങനെയൊക്കെയാണ് വിഡ്രോ ചെയ്യുന്നത്? ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ ഓർ അതർവൈസ്. ഓക്കെ, അപ്പോൾ അത് വ്യക്തമായിട്ട് പഠിക്കുക കേട്ടോ. അടുത്തത് പറഞ്ഞിട്ടുള്ളത് ബാങ്കിങ് കമ്പനിയാണ്. ബാങ്കിങ് കമ്പനിയുടെ ഒരു ക്ലോസ് ശ്രദ്ധിക്കണം. ബാങ്കിങ് കമ്പനി മീൻസ് എനി കമ്പനി വിച്ച് ട്രാൻസാക്ട്സ് ദ ബിസിനസ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ. പ്രത്യേകം നോട്ട് ചെയ്യണം, ഇൻ ഇന്ത്യ. അത് C ആണ് കേട്ടോ, 5C ആണ് ബാങ്കിങ് കമ്പനി. പക്ഷേ ബാങ്കിങ് കമ്പനിയിൽ ഒരു ക്ലോസ് പറയുന്നുണ്ട്. അതെന്താ വെച്ചാൽ എനി കമ്പനി വിച്ച് ഈസ് എൻഗേജ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓൺ എനി ട്രേഡ്. അതായത് ഏതെങ്കിലും കമ്പനി മാനുഫാക്ചർ ഓഫ് ഗുഡ്സ് ഓർ അല്ലെങ്കിൽ ട്രേഡ് നടത്തുന്ന കമ്പനികളാണെങ്കിൽ അതും അവർ ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ് ഓഫ് മണി ഫ്രം ദ പബ്ലിക്. എന്തിനാണ് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നത്? മിയർലി ഫോർ ദ പർപ്പസ് ഓഫ് ഫിനാൻസിങ് ഇറ്റ്സ് ബിസിനസ് ആസ് മാനുഫാക്ചർ ഓർ ട്രേഡർ. ഈ മാനുഫാക്ചർക്കും ട്രേഡർക്കും ഫിനാൻസ് ചെയ്യാൻ വേണ്ടി ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യുന്ന കമ്പനികളാണെങ്കിൽ ഷാൾ നോട്ട് ബി ഡീംഡ് ടു ട്രാൻസാക്ട് ദ ബാങ്കിങ്. അവരുടെ ബിസിനസ് എന്തല്ല, ബാങ്കിങ് ബിസിനസ്സായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് ആ പോയിൻ്റ് ഒന്ന് നോട്ട് ചെയ്യുക. അതായത് എനി കമ്പനി വിച്ച് ഈസ് എൻഗേജ്ഡ് മാനുഫാക്ചർ ഓഫ് ഗുഡ്സ് ഓർ ക്യാരീസ് ചെയ്യുന്ന ട്രേഡ് ചെയ്യുന്ന കമ്പനികളാണ്, അല്ലെങ്കിൽ അവർക്ക് ധനസഹായം കൊടുക്കുന്ന കമ്പനികൾ. ഓക്കെ, അതായത് അവരുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ്സ് സ്വീകരിക്കുന്നുണ്ട്, ജനങ്ങളുടെ കയ്യിൽ നിന്ന്. എന്തിനു വേണ്ടിയിട്ട് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നത്? ഫിനാൻസിങ് മാനുഫാക്ചറർ ഓർ ട്രേഡർ, അതാണ്. അതിനുവേണ്ടി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക, അവരെ തന്നെ ബാങ്കിങ് ബിസിനസ്സിൽ കൂട്ടില്ല കേട്ടോ. ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. അടുത്തത് വന്നിട്ടുള്ളത് എന്നാണ് കേട്ടോ, സെക്യൂർഡ് ലോൺ ഓർ അഡ്വാൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. സെക്യൂർഡ് ലോൺ ഓർ അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ലോൺ ഓർ അഡ്വാൻസ് മെയ്ഡ് ഓൺ ദ സെക്യൂരിറ്റി ഓഫ് അസറ്റ്സ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് വിച്ച് ഈസ് നോട്ട് അറ്റ് എനി ടൈം ലെസ് ദാൻ ദ എമൗണ്ട് ഓഫ് സച്ച് ലോൺ ഓർ അഡ്വാൻസ്. അതായത് ഇപ്പം സെക്യൂർഡ് ലോൺ ഓർ അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സെക്യൂരിറ്റി ഓഫ് ദ അസറ്റ് ഉണ്ടല്ലോ, അതൊരിക്കലും അതിൻ്റെ മാർക്കറ്റ് വാല്യൂവിനേക്കാൾ കുറയില്ല. ലോൺ എടുത്ത തുകയുടെ മാർക്കറ്റ് അതിനേക്കാൾ കുറഞ്ഞ തുകയുള്ള ഈട് നമ്മുടെ നിന്ന് സ്വീകരിക്കുമോ? അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 10 ലക്ഷം രൂപ നമുക്ക് വേണം. ഓക്കെ, നമ്മൾ 2 ലക്ഷം രൂപയുടെ എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് കൊടുത്തിട്ട് എനിക്ക് 10 ലക്ഷം രൂപ ലോൺ വേണമെന്ന് പറഞ്ഞാൽ തരുമോ? തരില്ല. 2 ലക്ഷം 1.80 കിട്ടുള്ളൂ അല്ലേ? അതാണ് കഥ. അല്ലെങ്കിൽ 1.70 കിട്ടുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു സെക്യൂരിറ്റി ഉണ്ടല്ലോ, അതെന്തായാലും മാർക്കറ്റ് വാല്യൂ അനുസരിച്ചിട്ട് കുറയില്ല. കുറഞ്ഞിട്ടുള്ളതല്ല സെക്യൂർഡ് ലോൺ ഓർ അഡ്വാൻസ്, കൂടുതലായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. പിന്നെ അൺസെക്യൂർഡ് ലോൺ ആകുമ്പം അൺസെക്യൂർഡ് ലോൺ ഓർ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ അത് സെക്യൂർഡ് അല്ല. സെക്യൂർഡ് അല്ലാത്ത എല്ലാ സാധനങ്ങളെയും നമ്മൾ എന്ത് പറയുന്നു? അൺസെക്യൂർഡ് ലോൺ എന്ന് പറയുന്നു. ഓക്കെ, അടുത്തത് എഫ് ആണ് കേട്ടോ. എഫ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. എഫ് ചോദിച്ചിട്ടുണ്ട് ഡിമാൻഡ് ലയബിലിറ്റി. അപ്പോൾ എഫ് ഒന്ന് നോട്ട് ചെയ്തോളൂ. എഫ് മീൻസ് ലയബിലിറ്റീസ് വിച്ച് മസ്റ്റ് ബി മെറ്റ് ഓൺ. ഡിമാൻഡിന് ചോദിക്കുന്നത് ഡിമാൻഡ് ലയബിലിറ്റി. ടൈം ലയബിലിറ്റി മീൻസ് ലയബിലിറ്റീസ് വിച്ച് ആർ നോട്ട് ഡിമാൻഡ് ലയബിലിറ്റീസ്. ഡിമാൻഡ് ലയബിലിറ്റീസ് അല്ലാത്തവയെ ടൈം ലയബിലിറ്റീസ് എന്ന് പറയുന്നു കേട്ടോ. പിന്നെ എച്ച് ബി അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, പക്ഷേ നമ്മുടെ നബാർഡിൻ്റെ നാഷണൽ ബാങ്ക് ഫോർ ഫിനാൻസിങ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് കേട്ടോ. ഓക്കെ, നാഷണൽ ബാങ്ക് ഫോർ ഫിനാൻസിങ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞതാണ് എച്ച് ബി കേട്ടോ. ഓക്കെ, അത് ഈ പറഞ്ഞ പോലെ അവരുടെ ആക്ട് സെക്ഷൻ 3 പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. 2021 നാഷണൽ ബാങ്ക് ഫോർ ഫിനാൻസിങ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ട് വന്നത്. 2021 ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. 2021 കണ്ടതുകൊണ്ട് ഒന്ന് എടുത്തു എന്നേ ഉള്ളൂ. നമുക്ക് അത് ഇമ്പോർട്ടൻ്റ് ഇല്ല, നമ്മുടെ സിലബസിലൊന്നും പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഇങ്ങനത്തെ എല്ലാ സ്ഥാപനങ്ങളും സെക്ഷൻ 3 എന്നാണ് പറയുന്നത് കേട്ടോ. സെക്ഷൻ 3 ഇങ്ങനത്തെ എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പം അതിനാണ് നമ്മൾ RBI കൂടി എടുത്തത്, റിസർവ് ബാങ്ക് എടുത്തത്. അപ്പോൾ റിസർവ് ബാങ്കും കണ്ടില്ലേ അണ്ടർ സെക്ഷൻ 3, റിസർവ് ബാങ്ക് ആക്ടിൻ്റെ 3 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ ഏതെങ്കിലും ചോദിച്ചാൽ ഒരുവിധം എല്ലാം സെക്ഷൻ 3 വെച്ചിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതെന്നാണ്, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. റിസർവ് ബാങ്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ, ചോദിച്ചിട്ടില്ല. ഡിമാൻഡ് ലയബിലിറ്റി നോക്കണം. പിന്നെ നോക്കേണ്ടത്
ബാങ്കിങ് ആണ്, ബാങ്കിങ് കമ്പനി നോക്കണം, അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ് എന്തായാലും നോക്കണം. അപ്പോൾ അത് നിർബന്ധമായിട്ട് നോക്കണം. സെക്യൂർഡ് ലോൺ ഓർ അഡ്വാൻസ് ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ബാക്കിയുള്ള രണ്ടും ചോദിച്ചിട്ടില്ല കേട്ടോ. അതൊന്നും നിങ്ങൾ ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി. അടുത്തത് സെക്ഷൻ 5 ആണ് കേട്ടോ. സെക്ഷൻ 5 അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, പ്രത്യേകിച്ച് ഒന്നും പറയാനുമില്ല. ആക്ട് ടു ഓവർ റൈഡ് മെമ്മറാണ്ടം ആർട്ടിക്കിൾസ് എക്സെട്ര, അത് മാത്രമേ ഉള്ളൂ. അതായത് അതിൽ പ്രത്യേകിച്ച് നമുക്ക് പഠിക്കാമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ മെമ്മറാണ്ടം ആർട്ടിക്കിൾസും ആക്ട് ടു ഓവർ റൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് അസാധുവാക്കാൻ പറ്റും എന്ന്. ഓക്കെ, ഇതിലുള്ളതൊക്കെ ജീവിതകാലം മുഴുവൻ ഇതിന് എന്താ പറയുക, സഹിക്കേണ്ട. എന്തെങ്കിലും കോൺട്രാറി ഉണ്ട്, എന്തെങ്കിലും പുതിയ പുതിയ അമെൻമെൻറ്റുകൾ വരുമ്പം പഴയതെന്താവും, അസാധുവായി പോകും, അത്രയേ വോയിഡാവും, വാലിഡിറ്റി നഷ്ടപ്പെടും അതിൻ്റെ കേട്ടോ. പുതിയ പുതിയ പ്രൊവിഷൻസ് വരുമ്പം പഴയതിൻ്റെ വാലിഡിറ്റി നഷ്ടപ്പെടും. അങ്ങനെ അസാധുവാക്കിയിട്ട് നിയമം എന്ത് ചെയ്യാം, പുതുക്കാൻ പറ്റും. പിന്നെ നമുക്കുള്ളത് പാർട്ട് 2, ബിസിനസ് ഓർ ബാങ്കിങ് കമ്പനീസ് പാർട്ട് 2 ആണ്. പാർട്ട് 2 നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. കുറച്ച് പഠിച്ചാൽ മതി, പക്ഷേ പഠിക്കണത് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല വൃത്തിക്ക് പഠിക്കുക. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ എല്ലാ ഫാക്റ്റുകളും നമുക്ക് കിട്ടുള്ളൂ. അപ്പം നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ പഠിക്കണം നമ്മൾ? ആദ്യം പഠിക്കേണ്ടത് ആക്ട് 10 ഓഫ് 1949 പഠിക്കണം. ഓക്കെ, ആക്ട് 10 പഠിക്കണം കേട്ടോ. പിന്നെ 2 പ്രധാനപ്പെട്ടത് മാർച്ച് 16, 1949 പഠിക്കണം. എനാക്ട് ചെയ്ത, അത് കെയിം ഇൻ ടു എക്സിസ്റ്റ് ആണ്. എനാക്ട് ചെയ്ത വർഷം എന്ന് പറഞ്ഞ് പഠിക്കേണ്ടത് മാർച്ച് 10, 1949 ആണ്. ആ 2 വർഷം പഠിക്കണം കേട്ടോ. അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കെയിം ഇൻ ടു ഫോഴ്സ് നമ്മൾ പഠിച്ചു മാർച്ച് 16, 1949. അന്ന് 55 സെക്ഷനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കെയിം ഇൻ ടു ഫോഴ്സ് ചെയ്യുന്ന സമയത്ത്. പിന്നെ എനാക്ട് ചെയ്തത് 10th മാർച്ച് 1949, അത് പഠിച്ചു. പിന്നെ വരുന്നത് 1956 നമ്മൾ പറഞ്ഞില്ലേ, ജമ്മു കാശ്മീരിനെ കൂടി ഉൾപ്പെടുത്തി അങ്ങനെ ത്രൂ ഔട്ട് ഇന്ത്യ ആക്കി എന്ന് പറഞ്ഞു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 1965 പഠിക്കേണ്ടത് കേട്ടോ. 1965 56ാമത്തെ സെക്ഷൻ കൂട്ടിച്ചേർത്തു. അത് 1/6/1966 നമ്മുടെ ഒക്കെ, അതായത് BR ആക്ട് ആപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന ഡേറ്റ് 1/3/1966 ആണ് കേട്ടോ. കെയിം ഇൻ ടു ഫോഴ്സ്, അതൊക്കെ കെയിം ഇൻ ടു ഫോഴ്സ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ 56 കൂട്ടിച്ചേർത്തു. 1965 പിന്നെ BR ആക്ട് ആപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് സൊസൈറ്റി ആയി 65. അത് പ്രാബല്യത്തിൽ വന്നത് 1/3/1966. പിന്നെ അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്കിന് ഒരു ഷെഡ്യൂൾഡ് സ്റ്റാറ്റസ് കിട്ടിയത് എന്നാണ്? ഫസ്റ്റ് ജൂലൈ 1966. ഓക്കെ, അപ്പോൾ അത്രയ്ക്ക് കാര്യങ്ങളേ ഉള്ളൂ. അതാണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. പിന്നെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻ്റ് ആണെന്ന് ഓർക്കുക. രണ്ടാമത്തേൽ മറ്റ് നിയമങ്ങൾ പ്രായോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല. ആക്ട് നോട്ട് ടു അപ്ലൈ ടു സർട്ടൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അത് പഠിക്കണം കേട്ടോ. പിന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സെൻട്രൽ ആക്ട് 61 എന്തുമായി 1981 സെൻട്രൽ ആക്ട് 61 നമ്മുടെ നബാർഡിൻ്റെ ആക്ട് കേട്ടോ. അതിൻ്റെ സെൻട്രൽ ആക്ടാണ് 61, അതൊന്ന് നോട്ട് ചെയ്തോളൂ. പിന്നെ PSCSനും എന്തിനും ബാധകമല്ല, ലോങ് ടേം കൊടുക്കുന്ന അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി ലോങ് ടേം ഫിനാൻസ് കൊടുക്കുന്നതിന് ബാധകമല്ല എന്ന് പറഞ്ഞു. പിന്നെ അവർ ബാങ്ക് എന്ന് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അവർ ഡ്രോയി ഓഫ് ചെക്ക് ആവാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ സെക്ഷൻ 4 വരുന്നത് പവർ ടു സസ്പെൻഡ് ഓപ്പറേഷൻ ഓഫ് ദ ആക്ട് ആണ്. സെൻട്രൽ ഗവൺമെൻറ്റിന് അധികാരം ഉണ്ടെന്ന് പറഞ്ഞു. സെൻട്രൽ ഗവൺമെൻറ് എത്ര നാൾ കുറയാതെ 60 ദിവസത്തിൽ കുറയാതെ സസ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞാൽ വേറെ ആർക്കാ സസ്പെൻഡ് ചെയ്യാം? സെൻട്രൽ ഗവൺമെൻറ് അല്ലാതെ സ്പെഷ്യൽ എമർജൻസി ഉള്ള സമയത്ത് RBI ഗവർണർക്കോ അല്ലെങ്കിൽ ആർക്കാ പറ്റുക, ഡെപ്യൂട്ടി ഗവർണർക്കോ ഇങ്ങനെ സസ്പെൻഡ് ചെയ്യാം. ഇങ്ങനെ സസ്പെൻഡ് ചെയ്യുന്ന കാലയളവ് പറയുന്നത് 30 ദിവസമാണ് പറയുന്നത്. അതിനുള്ളിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല കേട്ടോ, 30 ഡേയ്സിന് മുകളിൽ കൂടാൻ പാടില്ല. അങ്ങനെ എക്സീഡ് അത് ചെയ്തു കഴിഞ്ഞാൽ അവർ വേഗം ഫോർത്ത് തന്നെ പെട്ടെന്ന് തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിനോട് എന്ത് പറയണം, എന്താ പറയേണ്ടത്, സെൻട്രൽ ഗവൺമെൻറ്റിനോട് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യാൻ പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ പറഞ്ഞിട്ടുള്ളത് 1 വർഷം മാക്സിമം എക്സ്റ്റെൻഡബിൾ പീരിയഡ് എന്ന് പറഞ്ഞാൽ 1 വർഷമാണ്. അത് സെൻട്രൽ ഗവൺമെൻറ്റാണ് തീരുമാനിക്കുക എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഇൻ്റർപ്രിറ്റേഷൻസ് പഠിച്ചു. 5ലാണ് പറയുന്നത് കേട്ടോ. പിന്നെ ആ കോപ്പി ഉണ്ടല്ലോ, ആ കോപ്പി എവിടെ പാർലമെൻറ്റിൽ വെക്കണം, ആ ഒരു പോയിൻ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, പിന്നുള്ളത് അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ് ആണ്. അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെൻറ്റിന് ഇഷ്യൂ ചെയ്യാം, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്, എനി സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇഷ്യൂ ചെയ്യാം. അതർ സെക്യൂരിറ്റി സ്പെസിഫൈഡ് ബൈ ദ RBI. ഓക്കെ,
അത് കഴിഞ്ഞാൽ ബി ഫോർ ബാങ്കിങ് ആണ്. ബാങ്കിങ് നിങ്ങൾ പഠിക്കണം. സി ഫോർ ബാങ്കിങ് കമ്പനിയാണ്. ട്രേഡിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഫിനാൻസ് കൊടുക്കുന്ന, ട്രേഡിനോ ഗുഡ്സിനോ മാനുഫാക്ചർ ഓഫ് ഗുഡ്സിനോ വേണ്ടിയിട്ട് ഫിനാൻസ് കൊടുക്കുന്ന കമ്പനികൾ ബാങ്കിങ് കമ്പനിയാണോ? അല്ല, ബാങ്കിങ് കമ്പനിയായി അവരെ പരിഗണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ ജസ്റ്റ് നിങ്ങളിത് ഇടയ്ക്കിടയ്ക്ക്, അതായത് കുറച്ച് പേപ്പർ അല്ലെങ്കിൽ നോട്ട് വെക്കുക. BR ആക്ട് കറക്റ്റായിട്ട് ഷോർട്ട് നോട്ട് കൂടെ പോരും, ഒന്ന് തൊട്ടിട്ട് തന്നെ കൂടെ പോരും. നമുക്ക് പെട്ടെന്ന് തന്നെ കവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നമുക്ക് ഓരോരോ ഭാഗങ്ങളായിട്ട് പഠിച്ചു വരാം. അപ്പോൾ ഇതുവരെ കണ്ടതിന് താങ്ക് യു.